BNI കോട്ടയം റീജിയനിലെ ആദ്യത്തെ ചാപ്റ്ററായ ആൽഫ സ്പോട്ട്ലൈറ്റ് എന്ന പേരിൽ അവരുടെ മെമ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. ആ മെമ്പേഴ്സിൻ്റെ ബിസിനസ്സിനെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഈ ഒരു സെഷൻ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റിനും ആൽഫ ചാപ്റ്ററിനും എല്ലാവിധ ആശംസകളും. BNI ആൽഫയെ പ്രതികരിച്ചാണ് ഞാൻ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈദ്യുതി മുഖാന്തരം ഉണ്ടാകുന്ന നമ്മൾ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ബില്ല് വളരെ കൂടുതലാണ്. അപ്പം ഓക്രിഡ് സോളാർ ബാറ്റ് വെച്ചിട്ടുള്ള സോളാർ സിസ്റ്റംസാണ് പൊതുവെ കണ്ടുവരുന്നത്. അതിന് ഒരുപാട് തരത്തിലുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ ആ പോരായ്മ നികത്തിക്കൊണ്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ് എൽസോൾ പവർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്ങനാശ്ശേരി മടുകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയും അവർ ചെയ്തിരിക്കുന്ന നല്ല പ്രൊജക്റ്റുകളെ വിശദീകരിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ കേരളത്തിലെ റിന്യൂവബിൾ എനർജിയിലെ എൻ്റർപ്രണർ കൂടിയായ ടിൻസുമാർക്ക് വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ടിൻസു, നിങ്ങളുടെ ഒരു കമ്പനി എന്താണ്, എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് എന്നൊരു ബ്രീഫാണെന്ന് പറയാം. എൻ്റെ പേര് ടിൻസു മാത്യു, എൽസോൾ പവർ സൊല്യൂഷൻസിൻ്റെ ഡയറക്ടറാണ്. ഞാനും എൻ്റെ പാർട്ണർ ലിബിനും പാലാ ചൂണ്ടച്ചേരിയിലെ സെൻറ്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ ആ ഒരു പഠനകാലത്ത് കോളേജിൽ സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള സ്റ്റഡീസ് നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജ് കാലത്തിലെ തന്നെ പ്രൊജക്ട്സും സോളാറിനെ പറ്റിയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ റിന്യൂവബിൾ എനർജിയെ പറ്റിയും സോളാറിനെ പറ്റിയും കൂടുതൽ പഠിച്ച് ഞങ്ങളുടെ പഠനകാലത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 എംപ്ലോയീസിൻ്റെ സ്ട്രെങ്തോടുകൂടി ചങ്ങനാശ്ശേരി മധുമൂലയിലാണ് ഫേം തുടങ്ങിയത്. ഇന്ന് നമുക്കൊരു 20-ന് മുകളിലുള്ള എംപ്ലോയി സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് സൂപ്പർവിഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് 4 പേര് നമ്മുടെ ടീമിലുണ്ട്. ഒരു 700-ന് മുകളിൽ പ്രൊജക്റ്റ് കേരളത്തിൽ നമ്മൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൽ ഏതൊക്കെയാണ് പേരെടുത്ത് പറയാമോ? പ്രൊജക്ട്സ് നമുക്ക് 2 തരത്തിലാണുള്ളത്. ഒന്ന് വീടുകൾക്ക് ആവശ്യമായ റെസിഡൻഷ്യൽ പ്രൊജക്ട്സ്. അത് ഒരു 4000 രൂപയിൽ കൂടുതൽ വൈദ്യുതി ബില്ലുള്ളവർക്കാണ് ഇത് കൂടുതൽ ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ ആവുന്നത് സോളാർ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു 3 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയൊക്കെയാണ് സാധാരണ വീടുകളുടെ പ്രൊജക്റ്റുകളുള്ളത്. അതുകൂടാതെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ജുവലറികൾ, ഹോസ്പിറ്റൽസ്, സ്കൂളുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊജക്ട്സാണ്. അത് 10 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെ പല കപ്പാസിറ്റികളാണുള്ളത്. അപ്പം റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് നമുക്ക് ഓൾ കേരള എല്ലായിടത്തും നല്ല രീതിയിലുണ്ട് പ്രൊജക്ട്സ് ഉണ്ട്. കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സിനെ പറ്റി പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ഇടിമണ്ണിക്കൽ ജുവലറിയുടെ അവരുടെ എല്ലാ ഷോറൂമുകളും ഏതാണ്ട് 150-ന് മുകളിൽ കിലോവാട്ട് എല്ലായിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ. പൈറ്റക്കുള മാർബിൾസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ സോളാർ പവേഡാണ്. എൽബ ട്രേഡേഴ്സ്, പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറി, ഇവരൊക്കെ നമ്മുടെ മേജർ ക്ലയൻസ് ആണ്. ചങ്ങനാശ്ശേരിയിലുള്ള സംഗീത, അതെ, ഇതൊക്കെ കിലോവാട്ട് കപ്പാസിറ്റി 100 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ. നീരണത്ത് റീസെൻ്റ്ലി JJ ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 100 കിലോവാട്ട് ചെയ്തു. ബെസ്റ്റ് ബേക്കറിയിൽ 6 മാസം മുമ്പ് 80 കിലോവാട്ട് കമ്മീഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് നമുക്ക് എറണാകുളം ടു തിരുവനന്തപുരം ഒരു 50-ന് മുകളിൽ ഹയർ കപ്പാസിറ്റി കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പേപ്പർ വർക്കുകളെല്ലാം നിങ്ങളുടെ ടീം തന്നെയാണോ ഇതിൻ്റെ എല്ലാം? അതെ. പേപ്പർ വർക്ക് എന്ന് പറയുമ്പം ഈ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ KCBയുമായി ചേർന്ന് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 10 കിലോവാട്ട് വരെയുള്ള കപ്പാസിറ്റികൾ അതാത് സെക്ഷൻ ഓഫീസുകളിൽ നിന്നാണ് അതിൻ്റെ പെർമിഷൻസ് വാങ്ങേണ്ടത്. 10 കിലോവാട്ടിന് മുകളിലുള്ള കപ്പാസിറ്റികളിൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് കൂടി അനുമതി വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ ഒരു സ്റ്റാഫുണ്ട്. അത് കൂടാതെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിൻ്റെ ഒരു ടീം തന്നെ നമുക്കുണ്ട്. അവർ ത്രൂ ആണ് നമ്മൾ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഏറ്റവും സുതാര്യമായി ചെയ്യുന്നത്. ഉദാഹരണം, ഒരു സൈറ്റിൽ എന്തെങ്കിലും ജനറേറ്റർ, ലിഫ്റ്റ് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ സിസ്റ്റത്തിന് സോളാറിനെ അനുബന്ധിച്ചല്ലാത്ത സിസ്റ്റത്തിന് പോലും ചില ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി പരിഹരിച്ച് സോൾവ് ചെയ്ത് വേണം സോളാർ കമ്മീഷനിങ്ങിലേക്ക് നമ്മൾ വരാൻ. അപ്പം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കസ്റ്റമർക്ക് വേണ്ടി എന്ത് സപ്പോർട്ടാണെങ്കിലും കൊടുത്തുകൊണ്ട് പ്ലാന്റ് എത്രയും വേഗം കമ്മീഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 100 കിലോവാട്ട് സോളാർ ഞങ്ങൾ മീഡിയ വില്ലേജ് ചെയ്ത് ഇൻസ്റ്റലേഷന് ശേഷം എനിക്ക് തോന്നുന്നു അറൗണ്ട് വിതിൻ 30 days നമ്മൾ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു.
അതുപോലെ നിരണം ജെ ഫുഡ്സിലും വളരെ ചെറിയ പീരീഡേ എടുത്തുള്ളൂ. അപ്പം ഒരു 100 കിലോവാട്ട് സോളാറിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഡിലേ വന്നിട്ട് 10 ദിവസം താമസിച്ചാൽ നമുക്ക് ഏകദേശം 400 യൂണിറ്റ് വെച്ച് 4000 അല്ലെ 5000 യൂണിറ്റിൻ്റെ നഷ്ടമാണ് കസ്റ്റമർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ നിലവിൽ ഒരു സൈറ്റിൽ നിൽക്കുന്നു. അതെ, പറഞ്ഞുതരാം. ഇവിടെ ചങ്ങനാശ്ശേരിയിൽ മടുക്കുമൂട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നമ്മുടെ വാഴൂർ റോഡിൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ കറുകച്ചാലിന് പോകുന്ന വാഴൂർ റോഡിൽ ഐബേക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടി 12 കിലോവാട്ടും ഇതിൻ്റെ ബാക്കിൽ തന്നെ വീടുള്ള ഇതിൻ്റെ ബിൽഡിംഗ് ഓണർക്കുടെ റിക്വയർമെൻറ്റായി നമ്മൾ 6 കിലോവാട്ടും, അങ്ങനെ മൊത്തം 18 കിലോവാട്ട് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എത്ര നാളായി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്? ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് 1 വർഷത്തിന് മുകളിലായി. എത്രയായിരുന്നു ഇവിടെ കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്നത്? അതായത് ഇവിടെ നമ്മൾ ഈ 12 കിലോവാട്ടിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് സോളാർ 1 കിലോവാട്ടിൽ 4 യൂണിറ്റ് വൈദ്യുതിയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് 12 കിലോവാട്ട് ഏതാണ്ട് 48 to 50 യൂണിറ്റാണ് ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 30 ദിവസം വരുമ്പോഴേക്ക് നമുക്ക് ഒരു 14,000-ന് മുകളിൽ 1,400-ന് മുകളിൽ യൂണിറ്റിൻ്റെ ജനറേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം കൊമേഴ്ഷ്യൽ താരിഫാണ്. അപ്പം 10 രൂപ 23 പൈസയാണ് യൂണിറ്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 15,000 രൂപ ഒരു മാസത്തെ സേവിങ്സ് ആണ് ഇവർക്കുള്ളത്. അതുപോലെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്രീസിയേഷൻ ബെനിഫിറ്റും റിന്യൂവബിൾ എനർജിക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമറുടെ ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു 3 വർഷം അല്ലെ 3.5 വർഷം കൊണ്ട് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുന്നു. പിന്നീട് ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് ഫ്രീ ആവുന്നു. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു ഫിഗർ മാത്രം നമ്മൾ അടച്ചു പോയാൽ മതി. ഇനി റെസിഡൻഷ്യലിൻ്റെ സെഗ്മെൻറ്റ് വന്നാൽ എനർജി ചാർജ് കൊമേഴ്ഷ്യലിലും അല്പം കൂടെ കുറവായതുകൊണ്ട് തന്നെ ഏതാണ്ട് 7.5 രൂപ 8 രൂപ സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു കിട്ടുന്ന ഒരു പീരീഡ് 5 വർഷം വരെ എടുക്കും. ശരി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുതരാം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മേലിലാണല്ലോ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിനെന്താ പറയുന്നത്? ഇത് ഗ്രിഡ് ടൈ ഇൻവേർട്ടർ എന്ന് പറയും, മെഷീൻ എന്ന് നമ്മൾ വിളിക്കും. ഇതിനെ ഗ്രിഡ് ടൈ ഇൻവേർട്ടർ എന്ന് വിളിക്കും. ഒരു ഹൃദയഭാഗങ്ങളിൽ, ഒരു സോളാർ പ്ലാന്റിൻ്റെ ഹൃദയഭാഗങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം ആഗിരണം ചെയ്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. സൂര്യൻ്റെ ചൂടല്ല, ചൂട് കൊണ്ട് സോളാർ വാട്ടർ ഹീറ്റേഴ്സാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് പാനലുകൾ DC കറണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അത് DC കേബിൾസിലൂടെ ഈ DC പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലെത്തും. ഈ DC പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇത് ഗ്രിഡ് ടൈ ഇൻവേർട്ടറിലേക്ക് പ്രവേശിക്കുന്നു. ഗ്രിഡ് ടൈ ഇൻവേർട്ടറിൻ്റെ പർപ്പസ് DC-നെ AC ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വൈദ്യുതി AC ഫോർമാറ്റിലേക്ക് മാറ്റി AC DBയിലേക്ക് വരുന്നു. ഇത് AC പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ്. അതിൽ നിന്ന് നമ്മൾ KSEBയുടെ മീറ്ററിനോട് ചേർന്നുള്ള നമ്മുടെ ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ട് ഫീഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പകൽ വീട്ടിലോട്ട് ഫ്ലോ ചെയ്യും. എക്സസ് ഉണ്ടെങ്കിൽ KSEBയുടെ ആ മീറ്ററിലൂടെ കയറി KSEB ലൈനിലേക്ക് പോകും. അപ്പോൾ ആ മീറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ഇരിക്കുന്ന മീറ്റർ അല്ല. ഇതിനെ നെറ്റ് മീറ്റർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ മീറ്റർ എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അതിൻ്റെ പ്രത്യേകത എത്ര യൂണിറ്റ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തുവെന്നും എത്ര യൂണിറ്റ് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തുവെന്നും ആ മീറ്റർ സെപ്പറേറ്റ് ആയിട്ട് റീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ബില്ല്. ഉദാഹരണത്തിന് നമ്മൾ 1000 യൂണിറ്റ് ഇങ്ങോട്ട് എടുത്തു, 1100 യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കിടക്കുക. അപ്പം KSEB ഇങ്ങോട്ട് ക്യാഷ് തരാൻ ബാധ്യസ്ഥരാണ്. അത് 1 ഇയറിനുള്ളിൽ അങ്ങനെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് പേ ബാക്ക് ചെയ്യും. അതല്ല, നമ്മൾ തിരിച്ച് 1000 യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തു, 1100 ഇങ്ങോട്ട് എടുത്തതെങ്കിൽ ആ 100 യൂണിറ്റിൻ്റെ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചത്, ചെറിയൊരു കോമൺ സംശയമാണ്. ഈ ലൈറ്റ്നിങ് ഈ എക്യുപ്മെൻറ്റ് ഏത് രീതിയിലാണ് അഫക്റ്റ് എന്ന് പറയാം? അതെ, സാധാരണ സോളാർ വെക്കുമ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പം മെറ്റലായിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ മെറ്റൽ പാർട്സൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കൊണ്ട് വെക്കുമ്പം ഏത് രീതിയിലാണ്? അപ്പം ലൈറ്റ്നിങ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഡാമേജ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജും, രണ്ടാമത് ഇൻറ്റേർണൽ സർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും അല്ലെങ്കിൽ KSEB ലൈനിലൂടെയും മറ്റും കയറി വരുന്ന ഓവർ കറണ്ട് മൂലമുള്ള ഡാമേജും. അത് ലൈറ്റ്നിങ് കൊണ്ടും ആകാം, KSEB ലൈനിലെ ഫ്ലക്ച്വേഷനോ ഇഷ്യൂസോ കൊണ്ടും ആകാം. അപ്പോൾ അതിന് 2 രീതിയിലാണ് പ്രൊട്ടക്ഷൻ. എക്സ്റ്റേണൽ പ്രൊട്ടക്ഷന് വേണ്ടി ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ മുകളിൽ വെക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് വേണ്ടി സർജ് അറസ്റ്റേഴ്സ്, DC DBയിലെ DC സർജ് അറസ്റ്റേഴ്സും AC DBയിലെ AC സർജ് അറസ്റ്റേഴ്സ്, SPD-കൾ എന്നും ഇതിനെ വിളിക്കും. അത് ഈ ഓവർ കറണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡിവൈസാണ്. അതുകൂടാതെ നമ്മൾ മെറ്റൽ പാർട്സ് എല്ലാം എർത്ത് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം വീണാൽ കുഴപ്പമുള്ളതാണ്. ആ രീതിയിൽ വെള്ളം വീഴാൻ IP67 റേറ്റിംഗ് ആണ്. ഹാഷ് വെതറിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്.
പക്ഷേ എങ്കിലും നമ്മളൊരു ചെറിയ പ്രൊട്ടക്ഷനും കൂടെ അങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തു, നമുക്ക് ആ പാനലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയല്ലോ. ശരി. സോളാർ പാനലാണല്ലോ ഇതിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? കൂടാതെ ഇവിടുത്തെ കാര്യമൊന്നും പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും ഈ പാനലുകളാണല്ലോ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പാനലുകൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ്. ഒത്തിരി ടൈപ്പ് ഉണ്ട്, എന്നാലും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള 2 ടൈപ്പാണ്. ഒന്ന് പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സോളാർ പാനലുകൾ. അത് ആക്ച്വലി 2016-17 കാലഘട്ടങ്ങളിലൊക്കെ വരെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പം ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വന്നപ്പോൾ മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് വന്നു. ഇന്നിപ്പം മാർക്കറ്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോകുന്ന മോണോ ക്രിസ്റ്റലൈൻ പെർക്ക് സെൽ എന്ന് പറയുന്ന ടെക്നോളജിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകളാണ്. അത് ഹാഫ് കട്ട് സെൽസിൻ്റെ മോണോ പെർക്ക് ഹാഫ് കട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മോണോ ക്രിസ്റ്റലൈൻ പെർക്ക് ടെക്നോളജിയിലെ ഹാഫ് കട്ട് സെല്ല് വെച്ചിട്ടുള്ള 500 വാട്ട്സിന് മുകളിലുള്ള പാനലുകളാണ് ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇന്ന് മാർക്കറ്റിലുള്ളത്. അത് കൂടാതെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് US ബ്രാൻഡായ സൺ പവർ എന്ന് പറയുന്ന കമ്പനിയുടെ പാനലാണ്. അപ്പം സൺ പവറിൻ്റെ മോണോപെർക്ക് ഹാഫ് കട്ടിൻ്റെയും അല്പം കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഷിംഗിൾസ് എന്ന് പറയുന്ന ടെക്നോളജിയിലുള്ള പാനലുകളാണ്. ഇന്ത്യൻ ബ്രാൻഡുകളും ഒത്തിരി നല്ല ബ്രാൻഡുകൾ ഇന്ത്യൻ കമ്പനികളുണ്ട്. നമ്മൾ കേരളത്തിൽ പ്രീമിയർ എനർജീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ 2nd ബിഗ്ഗസ്റ്റ് വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറാണ്. പ്രീമിയർ എനർജീസിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടറൂടെയാണ് നമ്മൾ. അതെ. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ്റനൻസ് ഒക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ വല്ല വീഴോ അല്ലെങ്കിൽ കറപടിക്കോ അങ്ങനെ മെയിൻ്റനൻസ് എങ്ങനെ ആയിരിക്കും നിങ്ങൾ AMC പോലൊക്കെ എങ്ങനെ? അതെ, തീർച്ചയായിട്ടും സോളാർ പാനലുകൾക്ക് കൃത്യമായ മെയിൻ്റനൻസ് ആവശ്യമാണ്. കാരണം ഇതിൽ സൺലൈറ്റ് മാക്സിമം പതിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിൽ ബേഡ്സിൻ്റെ ഡ്രോപ്പോ അല്ലെങ്കിൽ ഇലയോ വേസ്റ്റോ ഒക്കെ കിടന്നാൽ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ചിലപ്പം പീരിയോഡിസിറ്റി കൂടുതൽ കൊടുക്കണം. ഒരു ആവറേജ് കണക്കെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വർഷത്തിൽ 2 തവണയും കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വർഷത്തിൽ 3-4 തവണയുമാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് വന്ന് ഈ ക്ലീനിങ്ങിനുള്ള വാക്കുവേ അതിനാണ്. അപ്പം വെള്ളം ഒഴിച്ച് മോപ്പ് വെച്ച് തുടയ്ക്കും. നമുക്ക് കാർ വാഷർ പോലുള്ളതൊന്നും അടിക്കാൻ പറ്റില്ല, ഈ സെൽസിന് ഡാമേജ് ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ പാനലിൽ ചവിട്ടി നടക്കുന്നതും ഒക്കെ സേഫ് അല്ല. അപ്പം ലെങ്തുള്ള മോപ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് ഇത് കഴുകണം. നമ്മുടെ ടീമാണ് അത് ചെയ്യുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു സർഫസ് ഇല്ലാത്ത സാഹചര്യത്തിലാണ്, ഇപ്പം റൂഫ് പലതരത്തിലാണല്ലോ ഉള്ളത്. ചെരിഞ്ഞുണ്ട്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, ഇതുപോലെ റൂഫ് ഇല്ലാത്തതുണ്ട്. അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ നിങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വാർക്കയാണെങ്കിൽ നമ്മൾ ഓരോ സെറ്റിനും ഇടയ്ക്ക് ഗ്യാപ്പ് ഇടും നടന്ന് ക്ലീൻ ചെയ്യാൻ. ഇതുപോലെ എലിവേറ്റഡ് സ്ട്രക്ചർ ചെയ്യേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ എലിവേറ്റഡ് ആയിട്ട് സ്ട്രക്ചർ, അപ്പം ഹൈറ്റ് കൂട്ടി ഇപ്പോൾ ഇവിടെയൊക്കെ താഴത്തെ സ്പേസ് കൂടെ യൂട്ടിലൈസും ചെയ്യാം, മാക്സിമം ഈൽഡും ഷെയ്ഡിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കി. അതെ, കാരണം ഇപ്പോൾ ഈ ലിഫ്റ്റ് റൂം കയറി വരുന്നിടമുണ്ട്. അപ്പോൾ അവിടുത്തെ ഷെയ്ഡ് പാനലിൽ വീണാൽ പ്രൊഡക്ഷനിൽ ഒത്തിരി ഡ്രോപ്പ് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ചെറിയ സേവിങ്സ് നോക്കാതെ ഹൈറ്റ് കൂട്ടി പാനൽസ് വെക്കും. ആ രീതിയിൽ മാക്സിമം സൺലൈറ്റ് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ ആണെന്ന് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിലവിലിപ്പം ഒരു ഓടിട്ട് വീടാണെങ്കിൽ അതുപോലെ ചെരിച്ച് ഓടിട്ടിരിക്കുന്ന വീടാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഓക്കെ, ഈ ഓടിട്ടടുത്ത് അല്ലെങ്കിൽ ഷീറ്റ് റൂഫുകൾക്ക് ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഡിസൈനുണ്ട്. എല്ലാ ഡിസൈനിലും നമ്മൾ പാനൽ ക്ലീൻ ചെയ്യാനുള്ള ഗ്യാപ്പും പ്രൊവിഷനും അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. വോക്ക്വേയും നമ്മൾ എല്ലാ ഡിസൈനിലും കൊടുക്കും. ഷീറ്റ് റൂഫിലാണെങ്കിൽ നേരിട്ട് ഷീറ്റെ പിടിപ്പിക്കാവുന്ന അലൂമിനിയം റെയിലുകളുണ്ട്. ഈ അലൂമിനിയം റെയിൽസ് ഷീറ്റിൽ ഫിക്സ് ചെയ്തിട്ട് അതിൽ ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കണ്ടിട്ടില്ലേ, അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആ കാർ പോർച്ചിൻ്റെ മുകളിൽ പാനൽ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ഇനി അറിയേണ്ടത്, ഇപ്പം ഞാനാണെങ്കിലും ഒരു സോളാർ വെക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അറിഞ്ഞിരിക്കണം. കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. ഈ സോളാറിൻ്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉദാഹരണം ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം പണിയുന്ന ചിലവല്ലല്ലോ ഒരു 1 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു കൺവെൻഷൻ സെൻറ്റർ പണിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന റെസിഡൻഷ്യൽ സെഗ്മെൻറ്റ് ഒരു കോസ്റ്റിംഗ് റേഞ്ചാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് വലിയ കപ്പാസിറ്റികൾക്ക് കോസ്റ്റിംഗ് ഡിഫറൻ്റ് ആണ്. പിന്നെ നമ്മൾ സൈറ്റ് കണ്ടീഷൻ, സൈറ്റ് മുമ്പേ അഭിനേഷ് ചോദിച്ചതുപോലെ റൂഫിൻ്റെ കോംപ്ലിക്കേഷൻസ്, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ അനുസരിച്ച് പ്രൈസിങ്ങിൽ ഡിഫറൻ്റ് ആണ്. ഇതൊരു പ്രൊജക്റ്റാണ്, എൻ്റെ ഒരു 50-ന് മുകളിൽ സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ് ആണ്. എങ്കിലും ഒരു റേഞ്ച് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ 1 കിലോ വാട്ടിന് ഏതാണ്ട് 60,000 രൂപ മുതൽ 80,000 രൂപ വരെ കോസ്റ്റ് വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ നമുക്കൊരു 45,000 രൂപ, 1 കിലോ വാട്ടിൻ്റെ റേറ്റാണ് പറയുന്നത്. ഏകദേശം ഒരു 45,000 രൂപ മുതൽ 55,000 രൂപ വരെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് കോസ്റ്റിംഗ് വരും. അതും അതിൻ്റെ സൈസും ഒക്കെ അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും.
ഈ 55 എന്ന് പറയുന്ന കിലോ വാട്ട് കുറയുന്നതനുസരിച്ച് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ, കോസ്റ്റ് കിലോ വാട്ട് കൂടുന്നതനുസരിച്ച് കുറയും. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സെഗ്മെൻറ്റിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ കോസ്റ്റിൽ തന്നെ ഇപ്പം വേറൊരു ബെനിഫിറ്റ് കസ്റ്റമേഴ്സിനുള്ളതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ സ്കീമിൽ സബ്സിഡി അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമർക്ക് അവരുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത തുക സബ്സിഡി ആയിട്ട് കിട്ടും. വീടുകൾക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് മാത്രം 10 കിലോ വാട്ട് വരെ സബ്സിഡി അവൈലബിൾ ആണ്. സബ്സിഡി കിട്ടണമെങ്കിൽ നിങ്ങൾ പേപ്പർ വർക്ക് ചെയ്തോ അതോ രജിസ്റ്റർ ചെയ്തവർക്ക് സബ്സിഡി കിട്ടുമോ? സബ്സിഡിയുടെ പ്രോസസ്സ് കസ്റ്റമറും രജിസ്റ്റർ ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിയും എംപാനൽഡ് ആയിരിക്കണം. MNREയുടെ ആ ഒരു നാഷണൽ റൂഫ് ടോപ്പ് സ്കീമിൽ എംപാനൽഡ് ആയിട്ടുള്ള വെണ്ടർ ആയിരിക്കണം. ഇപ്പം KSEB ആണ് അതിൻ്റെ എംപാനലിങ് ചെയ്യുന്നത്. അപ്പം KSEBയുടെ ഇപ്പം നിലവിൽ കേരളത്തിൽ ഏതാണ്ട് 175 മുകളിൽ കമ്പനികൾ എംപാനൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ എംപാനൽഡ് ആയിട്ടുള്ള വെൻഡേഴ്സ് ത്രൂ സോളാർ ചെയ്താൽ അവർക്ക് പിന്നെ അവർ അനുഷ്കർഷിക്കുന്ന ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. DCR കണ്ടൻ്റ് ഉള്ള പാനലുകളാണ് ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് തന്നെ ഇപ്പം നേരത്തെ അതിൽ പോളിക്രിസ്റ്റലൈൻ ടെക്നോളജി പാനൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രീമിയർ എനർജീസിൻ്റെ ബ്രാൻഡ് പോലുള്ള പല കമ്പനികൾ മോണോപ്രക്ക് DCRൽ പാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ പ്രൊഡക്റ്റ് അവർ നിഷ്കർഷിക്കുന്ന അനുസരിച്ച് ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ ചെയ്താൽ സബ്സിഡി കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ കസ്റ്റമർ സൈറ്റിലാണ്. അപ്പോൾ കസ്റ്റമർ ജോർജ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. ജോർജ് എന്നാണ് പിന്നെ കുഴപ്പമില്ല. എങ്ങനെയാണ് ടിൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ്? അല്ല, ടിൻസോൻ്റെ എൽസോർസ് ഈ പ്രസ്ഥാനം ഞങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പാനൽ ഞങ്ങൾ പായിപ്പാടുള്ള എൻ്റെ ഓർഗാനിക് കേറ്ററിംഗ് കമ്പനിയുടെ മേളിൽ സ്ഥാപിച്ചു. അതിന് നല്ല റിസൾട്ടാണ്. 75 രൂപയൊക്കെ ആണ് ഇപ്പം വരുന്ന ബില്ല്. നേരത്തെ 4000-ന് മേളിൽ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അത് സക്സസ് ആയതെന്ന് കണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടൽ ഐബേക്കിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്പം കൊണ്ട് നല്ലതായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതുകൊണ്ട് നമുക്ക് വളരെ ബെനിഫിറ്റാണ്. കാരണം 20,000 രൂപയ്ക്ക് മേളിൽ സേവിങ് ഒരു മാസം കിട്ടും. അപ്പോൾ ഇത് റിട്ടേൺ 3 വർഷം കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പ് കിട്ടി. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഇത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് ഞാൻ പറയുന്നത് എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഈ അമിതമായ ഈ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വേറെ ഒരു മാർഗവും ഈ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സർക്കാരിന് കൊടുത്തിട്ട് അതിനെ മൈനസ് ചെയ്തിട്ട് വരുന്ന ബില്ലാണ് വരുന്നത്. അപ്പോൾ റീഡിംഗ് ഒന്നും യാതൊരു മിസ്റ്റേക്കും വരാൻ ചാൻസസ് ഇല്ല. അവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കെയർ കൊടുക്കുകയും മോണിറ്റർ ചെയ്യുകയും അതിന് മെയിൻ്റനൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടീമാണ്. യങ് ആയിട്ടുള്ള കുറേ എഞ്ചിനീയേഴ്സാണ് ഇത് ചെയ്യുന്നത്. അവർ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും എപ്പോൾ വിളിച്ചാലും മാക്സിമം 2 മണിക്കൂറിനകത്ത് അവർ വന്ന് സോൾവ് ചെയ്യുന്നതാണ്. കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞാൽ അവരൊന്ന് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. ഞാൻ സൗദി അറേബ്യയിൽ 28 വർഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തതാണ്. അത് അൽറാഷിദ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടൊരു കമ്പനിയിൽ ചെയ്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇതിനെ ആധികാരികമായിട്ടൊക്കെ വളരെ നോക്കിയിട്ട് കേരളത്തിൽ ഒരുമാതിരി സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു കമ്പനി വേണമെന്ന് ആഗ്രഹിച്ച കൂട്ടത്തിലാണ് ഇവരെ കിട്ടുകയും ഇവരെ മെയിൻ്റെനൻസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവരൊരു ബെനിഫിറ്റ് ആയിരിക്കും. ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. സ്വയം അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല. നമ്മളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് തന്നെ നമുക്ക് കരുതാം. കാരണം പിന്നീട് ബില്ലിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് നഷ്ടം വരാനില്ലല്ലോ. വൺ ടൈം പേയ്മെൻറ്റേ ഉള്ളല്ലോ. അത് ഇപ്പോഴും ഒരു കസ്റ്റമർ അതിൻ്റെ ഒരു ടെസ്റ്റിമോണി പറയുന്നതാണ് അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യം. നമ്മൾ മറ്റൊരാളെ കൊണ്ട് പറയുന്ന കരുതി ഏതായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ടിൻസു. നല്ലൊരു ടെസ്റ്റിമോണി കിട്ടിയിട്ടുണ്ട്. സോളാറിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ നിലവിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ടിൻസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അതൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഈ ആക്ച്വലി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ മേഖലയായിട്ട് ബന്ധമുള്ള ഒരാൾ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടാതെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് അതിനുള്ള ടീമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.